കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം ഡിവിഷൻ ഇടതുഭാഗത്തോട് ചേർന്നുവെന്ന് വോട്ടർമാർ. ദുരിതകാലത്ത് ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമേ ഒപ്പമുണ്ടായിരുന്നുള്ളൂ എന്നും നാട്ടുകാർ. നിലവിലെ മേയർ ഹണി ബെഞ്ചമിനാണ് LDF സ്ഥാനാർത്ഥി. ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാ. വോട്ട് ചെയ്യത്തില്ലേ? പിന്നെ ഞാനല്ലേ നിങ്ങൾക്കെല്ലാം ചെയ്യുന്നത്. വേറെ ആർക്കെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ കൈ അങ്ങോട്ടും പോത്തില്ല. എത്ര വർഷം കൊണ്ട് വോട്ടിടണം ഞങ്ങൾ മറ്റേ പാർട്ടിക്കാർക്കായാലും ആർക്കായാലും. സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? അമ്മയുടെ അഭിപ്രായം പറ. എൻ്റെ അഭിപ്രായം എനിക്കൊന്നും കുഴപ്പമില്ല. പെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, എനിക്ക് കിട്ടാനുള്ള ആനുകൂല്യം എല്ലാം ഉണ്ട്. അതിദരിദ്രത്തിൽ ഭൂമി അതും ഉണ്ട്. ഇന്നലെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയി ഞാൻ എൻ്റെ പരിക്കകത്ത്. ഹണി ചേച്ചി ഇവിടെ വന്ന് വോട്ട് ചോദിച്ചില്ലേലും ഞങ്ങൾ വോട്ട് ഹണി ചേച്ചിക്കുള്ളത് തന്നെ. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ 3-4 പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. ഏത് പാർട്ടിക്കാർ വന്നാലും ആ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തരണേ എന്നുള്ള കൈകൂപ്പി വരുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ പിന്നെ അവരെ ഈ ഭാഗത്തോട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ന്യായമായ ഏത് കാര്യത്തിന് ഞങ്ങൾ ചെന്നാലും ഞങ്ങൾക്ക് സാധിച്ചു തരും. 100% ഉറപ്പാണ്. ഞങ്ങൾ മരിക്കും വരെ ഈ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ എല്ലാ സഹായവും നികത്തി തരുന്നത് നിങ്ങളല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? വേറെ ആരും വന്നിട്ടുമില്ല, ഞങ്ങളൊട്ട് കൊടുക്കത്തുമില്ല. നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. അതിനും വിളിച്ച കൂടെ ഉണ്ടാവും. നമുക്കതുപോലെ ഞാൻ കോൺഗ്രസ്സാണ്. ഇത്രയും കാലം ഒറ്റ വോട്ട് ആർക്കും കൊടുത്തിട്ടില്ല. സത്യം പറയാം, ഈ ഒരു വോട്ട് ചത്തില്ലെങ്കിൽ കൊടുക്കാം. ഈ വാക്കുകൾ മതി LDF സ്ഥാനാർത്ഥി ഹണി ബെഞ്ചമിന് കിട്ടുന്ന ജനപിന്തുണ അറിയാൻ. നുണകൾ പ്രചരിപ്പിക്കുന്ന എതിർ സ്ഥാനാർത്ഥികളുടെ കുപ്രചരണങ്ങൾക്ക് ഹണി ബെഞ്ചമിൻ വസ്തുതകളും ചെയ്ത വികസനങ്ങളും നിരത്തി മറുപടി നൽകി. ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാ. ചേച്ചിക്ക് വോട്ട് ചെയ്യത്തില്ലേ? ഉറപ്പല്ലേ? നമ്മൾ അച്ഛൻ്റെ പാർട്ടിയല്ലേ, അങ്ങനെ മറക്കാൻ പറ്റുമോ? ജയിക്കണേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്ന് വോട്ടിട്ടത്. ഫസ്റ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ മാറ്റമൊന്നുമില്ല. കൊല്ലം കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ വടക്കുംഭാഗം ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ വലിയ സ്വീകാര്യതയാണ്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒരു നല്ല ശതമാനം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ചിന്നക്കടയിലെ മധ്യഭാഗത്ത്, ചിന്നക്കടയുടെ ഹൃദയഭാഗത്തുള്ള പാവപ്പെട്ട നിരവധി മനുഷ്യർ താമസിക്കുന്ന പുള്ളിക്കട ഉന്നതിയാണ്. ഈ ഉന്നതിക്ക് വന്ന് വോട്ട് ചോദിക്കാൻ ഉറപ്പായും UDFന് കേന്ദ്ര ഭരണത്തിലുണ്ടായിരുന്നപ്പം കോൺഗ്രസും ഈ കോളനിയെ അല്ലെങ്കിൽ ഈ ഉന്നതിയെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJP ഗവൺമെൻറ് വന്നിട്ട് 10 കൊല്ലമായിട്ടും കേന്ദ്രത്തിൽ വന്നിട്ടും ഇതുവരെ ഈ റെയിൽവേയുടെ പക്കലുള്ള ഈ ഭൂമി കൊല്ലം കോർപ്പറേഷന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ജനങ്ങൾ ദുരിതത്തിലാണ്. അവരുടെ ദുരിതം ഒപ്പുന്ന, അവർക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഹണി ബെഞ്ചമിൻ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.